ഈ സദസ്സ് പ്രതിഭകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാലത്തിന് നമുക്ക് മറ്റൊരു പേര് കൂടി വിളിക്കാൻ പറ്റും. മഴക്കാലം, വേനൽക്കാലം എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു സമ്മാനക്കാലാണ്. നമ്മളുടെ ഇടയിൽ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച, വ്യത്യസ്ത പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെയുള്ള പ്രതിഭകളെയും ആദരിക്കുന്ന ഒരു പരിപാടിയാണിത്. പ്രിയപ്പെട്ട മക്കള്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ പാസ്സാവുന്നത്. ഹാർഡ് വർക്കാണ് നിങ്ങൾക്ക് പേ ഓഫ് ചെയ്യുന്നത്. ഈ ജീവിതത്തിൽ ഒരു വ്യക്തിയും ഒരു നൈപുണ്യവുമില്ലാതെ, ഒരു കഴിവുമില്ലാതെ പിറന്നു വീഴുന്നില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ വ്യക്തിക്കും എന്തെങ്കിലും സവിശേഷത ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം എന്താണ് എന്ന് പലരും നേരത്തെ തിരിച്ചറിയുന്നു, ചിലർ കാത്തിരിക്കുന്നു. സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഗോ ആൻഡ് മൈൻഡ് യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തം കുഴിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പക്ഷേ കാണാതെ പഠിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മറ്റൊരു മേഖലയിലായിരിക്കും നിങ്ങളുടെ കഴിവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. അതിനെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാ ടാലന്റ് ഹണ്ടിങ് എന്നുള്ളതാ. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. കാത്തിരിപ്പല്ല വേണ്ടത്. നിങ്ങൾ പരിശ്രമിക്കുക, കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ ചിലർക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും, ചിലർക്ക് ഒത്തിരി പരിശ്രമത്തിലൂടെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിക്കൊണ്ട്, ജീവിതത്തിന് ഡിസൈൻ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടുള്ള കഴിവുകളിൽ അഭിരമിക്കാൻ, അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് ഈ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നൽകാൻ, ഉത്തമ പൗരന്മാരെ ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു വലിയ സർഗാലയമായിട്ട് ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ലൈഫ് എന്ന് പറയുമ്പം അതിൻ്റെ വിന്നിങ് ഫാക്ടർ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ എക്സാം അല്ല തീരുമാനിക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ എക്സാമിൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയ ഒരു വ്യക്തിയല്ല ഏറ്റവും നല്ല വ്യക്തിയായിട്ട്, ലോകത്തിൽ തന്നെ വിജയിച്ച വ്യക്തിയായിട്ട് മാറുന്നത്. മറ്റൊരുപാട് ഘടകങ്ങൾ കൂടി ഇതിനോടടുപ്പിച്ച് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ആ ഫാക്ടേഴ്സ് കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിൽ എന്നെ പോലെയുള്ള ജനപ്രതിനിധിക്ക്, ഇവിടെ ഇരിക്കുന്ന CH ഇബ്രാഹിം കുട്ടിക്ക എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന പ്രിയപ്പെട്ട CHനെ പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മളെ മക്കൾക്ക് വളരാനുള്ള പ്ലാറ്റ്ഫോം, സമാധാനപൂർവ്വം വളരാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ മക്കളെ വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കെണിയിൽപ്പെട്ട ഒത്തിരി കുട്ടികൾ പുതിയ കാലത്തെ സ്കൂളുകളിൽ നിന്ന് പിടിക്കപ്പെടുകയാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ലൈഫിനെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ, ലൈഫിനെ അവർക്ക് മുന്നോട്ട് സമാധാനപൂർവ്വം കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള വെളിച്ചമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അധ്യാപകരുടെ, അത് രക്ഷിതാക്കളുടെ, അതുപോലെ നമ്മളെ പോലെയുള്ള ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഈ പരിപാടി അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഈ വേദി സമ്പന്നമായിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര ഭംഗിയുള്ള ഈ സദസ്സിനെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഒരു പ്രമുഖ വ്യക്തിത്വം കൂടി ഇവിടെ ഉണ്ട്. നമ്മുടെ കേരള മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോംസൺ സർ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാഷണം നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ആ വേർഡ്സൊക്കെ നിങ്ങൾ പോക്കറ്റിൽ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോയി കരുതലോടെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.